ഹായ് എവരിവൺ. ഇന്ന് 8ാം ക്ലാസ് ലേണിംഗ് എക്സലൻസ് റെക്കോർഡിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഇക്വാലിറ്റിനെ കുറിച്ചാണ്. രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഇക്വാലിറ്റിനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 റൂൾസാണ് പഠിക്കുന്നത് മെയിൻലി. ഫസ്റ്റ് വൺ SSS റൂൾ, സെക്കൻഡ് വൺ SAS റൂൾ, തേർഡ് വൺ SAA റൂൾ. ഫസ്റ്റ് റൂൾ SSS റൂൾ, സൈഡ് റൂൾ. ഒരു ട്രയാങ്കിളുടെ 3 സൈഡ്സും മറ്റൊരു ട്രയാങ്കിളുടെ 3 സൈഡ്സിനോടും ഈക്വൽ ആണെങ്കിൽ ആ 2 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ്, ഒരു ട്രയാങ്കിളുടെ 2 സൈഡ്സും അവ കണക്ട് ചെയ്യുന്ന ആംഗിളും മറ്റൊരു ട്രയാങ്കിളുടെ 2 സൈഡ്സിനോടും ആംഗിളിനോടും ഈക്വൽ ആണെങ്കിൽ ആ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പറയാം. തേർഡ് കേസ്, ഒരു സൈഡും ആ സൈഡിൽ വരുന്ന 2 ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിനോടും ഈക്വൽ ആണെങ്കിൽ ആ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ മാച്ചിങ് പെയർ ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് ഫ്രം ബിലോ. ഇതിലൊരു 6 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ട്രയാങ്കിൾ ഏത് ട്രയാങ്കിളിനോടാണ് മാച്ചിങ് ആവുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കുമ്പോൾ 4, 5, 7 എന്നുള്ള 3 സൈഡ്സ് തന്നിട്ടുണ്ട്. സോ നമ്മൾക്ക് SSS റൂള് വെച്ചിട്ട് 3 സൈഡ്സും ഇതേ സൈഡ്സ് വരുന്ന വേറൊരു ട്രയാങ്കിൾ ഏതാണ്? ഫിഗർ 4ലുള്ള ഈ ട്രയാങ്കിളാണ്. സോ ഫിഗർ 1 ഈസ് പയറിംഗ് ടു ഫിഗർ 4. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിഗർ, തേർഡ് ഫിഗർ നോക്കുമ്പോൾ 2 ആംഗിൾസും തന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്യുന്ന ലൈന് 6 എന്നും തന്നിട്ടുണ്ട്. സിമിലർലി 2 ആംഗിൾസും 16, 14 വരുന്ന ആംഗിൾ അത് കണക്ട് ചെയ്യുന്ന ലൈന് ഫിഗർ 6 ആണ്. സോ ഫിഗർ 3 ഈസ് മാച്ച്ഡ് ടു ഫിഗർ 6. ഓക്കെ, ബൈ SAA റൂൾ, ഒരു സൈഡും 2 ആംഗിളും. ഇനി നെക്സ്റ്റ് ഫിഗർ നോക്കുന്ന സമയത്ത് 2 സൈഡ്സ് 7 and 5 തന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്യുന്ന ആംഗിൾ 40 തന്നിട്ടുണ്ട്. ഇവിടെ അതേപോലെ 2 സൈഡ്സ് 7 and 5 തന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്യുന്ന ആംഗിൾ 40 തന്നിട്ടുണ്ട്. ഈ 40 എന്നുള്ള ആംഗിളും 7, 5 എന്നുള്ള സൈഡ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വരണം. ഇതല്ല 40 നമ്മൾക്ക് ഇവിടെയാണ് തന്നിട്ടുണ്ടെങ്കിൽ ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഏതൊക്കെ 2 സൈഡ്സ് ആണോ തന്നിരിക്കുന്നത് ആ സൈഡ്സ് കണക്ട് ചെയ്യുന്ന ആംഗിൾ 40 എന്ന് തന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയും വരണം. സോ ഫിഗർ 5 ഈസ് മാച്ച്ഡ് ടു ഫിഗർ 2. ഓക്കെ, ബൈ SAS റൂൾ, 2 സൈഡ്സും ഒരു ആംഗിളും. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫിഗർ 1, നമുക്കിനി രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. In the figure, O is the center and AD is the diameter of the circle. B and C are 2 points on it. Angle DOB is equal to 50 degree. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിലെ AD എന്ന് പറയുന്നത് ഡയമീറ്റർ, O എന്ന് പറയുന്നത് സെൻറ്റർ, ബിയും സിയും എയും എല്ലാം സർക്കിളിലുള്ള പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ആംഗിൾ AOB കണ്ടുപിടിക്കുക. ഫൈൻഡ് ആംഗിൾ AOB, ദാറ്റ് ഈസ് AOB. ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആംഗിൾ AOBയും ആംഗിൾ BODയും ലീനിയർ പെയേഴ്സാണ്. ലീനിയർ പെയേഴ്സ് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ ലീനിയർ പെയേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അതിൻ്റെ ആംഗിൾ സമ്മ 180 ആയിരിക്കും. സോ ഇവിടെ നമ്മൾക്ക് ആംഗിൾ BOD 15 തന്നിട്ടുണ്ട്. സോ ആംഗിൾ AOB ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി. അപ്പോൾ ആംഗിൾ AOBൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 130 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ OAB ആൻഡ് ആംഗിൾ OBA. ആംഗിൾ OABൻ്റെയും ആംഗിൾ OBAൻ്റെയും ആംഗിളുടെ റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം എന്ന് പറയുന്നത് 180 ആണ്.
സോ ഇവിടെ 130 എന്ന് പറയുന്നത് ഈ ആംഗിൾ എങ്കിൽ ബാലൻസ് ആംഗിൾ ഒ എ ബിയും ആംഗിൾ ഒ ബി എയും കൂടി സം ചെയ്താൽ നമ്മൾക്ക് എത്ര കിട്ടും? 50 ഡിഗ്രി കിട്ടും. ദാറ്റ് ഈസ് റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ഒ എ ബി ആൻഡ് ഒ. ഓക്കെ, അത് രണ്ടിൻ്റെ ആംഗിൾ 50 ഡിഗ്രി. നെക്സ്റ്റ് ആ രണ്ട് ആംഗിളും എത്രയാണ് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഫിഗർ നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഒ എയും ഒ ബിയും എല്ലാം സർക്കിളിൻ്റെ റേഡിയസ് ആണ്. റേഡിയസ് ആവുന്നത് കൊണ്ട് തന്നെ ഒ എയും ഒ ബിയും ഈക്വൽ ആണ്. സോ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒ എ എന്നുള്ള സൈഡും ഒ ബി എന്നുള്ള സൈഡും ഈക്വൽ സൈഡ്സ് ആണ്. സോ ട്രയാങ്കിൾ ഒ എ ബി ഏത് ട്രയാങ്കിളായിട്ട് മാറും? ഒരു ഐസോസെലസ് ട്രയാങ്കിളായിട്ട് മാറും. ഐസോസെലസ് ട്രയാങ്കിൾ ആണ് ഇതിൻ്റെ. ഈ ആംഗിൾ 130 ആണ്. ബാലൻസ് ഈ രണ്ട് ആംഗിളിൻ്റെയും സമ്മ് 50 ആണെങ്കിൽ അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ആംഗിൾ ഒ എ ബിയും വരുന്നത്, ആംഗിൾ ഒ ബി എ വരുന്നത്. സോ നമ്മൾക്ക് 50 ഡിവൈഡഡ് ബൈ 2 25 ഡിഗ്രി ആണ് ആംഗിൾ ഒ എ ബിയും വരുന്നത്, ഒ ബി എയും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദ സ്യൂട്ടബിൾ നെയിം ഓഫ് ട്രയാങ്കിൾ എ ഒ ബി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രയാങ്കിൾ എ ഒ ബിൻ്റെ ഒരു പേര്, കറക്റ്റായിട്ട് ഒരു സ്യൂട്ടബിൾ പേര് നിർദ്ദേശിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വരുന്നത്? ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. രണ്ട് സൈഡ്സും ഒരു ട്രയാങ്കിളുടെ ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെ പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ. ലൈക്ക് ദീസ് ഫൈൻഡ് ദ ആംഗിൾ ഒ എ സി. അതുപോലെ തന്നെ ട്രയാങ്കിൾ ഒ എ സിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സിമിലർലി ഇതേ നമ്മൾ മേലെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ 50 ഡിഗ്രി ആണ്. സോ ബാലൻസ് എത്ര വരും? 130 ഇവിടെ വരും. 130 ഇവിടെയാണെങ്കിൽ ഇവിടെ 25. ഓക്കെ, ഇവിടെ എഴുതി കൊടുക്കാം. ഇത് 25 ഡിഗ്രി ആണ്, ഇതും 25 ഡിഗ്രി ആണ്. സോ ദിസ് ഈസ് 25 ഡിഗ്രി and this is also 25 degree. That is angle OASൻ്റെ ഓരോ ആംഗിൾസ് നോക്കുമ്പോൾ ഫസ്റ്റ് എഴുതാം ആംഗിൾ എ ഒ സി ഈക്വൽ ടു 130 ഡിഗ്രി. ആംഗിൾ ഒ എ സി ഈക്വൽ ടു ആംഗിൾ ഒ സി എ ഈക്വൽ ടു എത്ര വരുന്നത്? 25 ഡിഗ്രി. ഓക്കെ, മെഷർ ഓഫ് ആംഗിൾ ബി ഒ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബി ഒ സി പറഞ്ഞ ആംഗിളിൻ്റെ മെഷർ ചോദിച്ചിരിക്കുകയാണ്. അത് നമ്മൾക്ക് ഫിഗറിൽ തന്നെ തന്നിട്ടുണ്ട്. ബി ഒ സി എന്ന് പറയുന്നത് ബി ഒ ഡി പ്ലസ് ഡി ഒ സി ആണ് അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ആംഗിൾ ഡി ഒ ബി പ്ലസ് ആംഗിൾ ഡി ഒ സി. ഡി ഒ സി ദാറ്റ് ഈസ് ഡി ഒ ബി 50 ഡിഗ്രി ആണ്, ഡി ഒ സിയും 50 ഡിഗ്രി ആണ്. സോ ആംഗിൾ ബി ഒ സിൻ്റെ ടോട്ടൽ സമ്മ് 100 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ബി എ സി. ആംഗിൾ ബി എ സി എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇവിടെ 25 പ്ലസ് 25. അപ്പോൾ ഏതൊക്കെ ആംഗിൾസ് ചേർന്നിട്ടാണ്? ആംഗിൾ ഒ എ സി ആൻഡ് ഒ എ ബി. ദാറ്റ് ഈസ് ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ എ സി ചേർന്നിട്ടാണ് നമുക്ക് ആംഗിൾ ബി എ സി ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് 25 ഡിഗ്രി പ്ലസ് 25 ഡിഗ്രി ഈക്വൽ ടു 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത് റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ബി ഒ സി ആൻഡ് ആംഗിൾ ബി എ സി. സോ ഫിഗർ നോക്കുക. ആംഗിൾ ബി ഒ സി എത്രയാണ് നമുക്ക് കിട്ടിയത്? 100. ആംഗിൾ ബി എ സി എത്രയാണ് കിട്ടിയത്? 25 പ്ലസ് 25 50. സോ നമ്മൾ 100 എടുത്തപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? 50 കിട്ടി. ദാറ്റ് മീൻസ് ഹാഫ് ആയിട്ടാണ് കിട്ടിയത്. ഇതിന് സെൻട്രൽ ആംഗിൾ എന്നാണ് പറയുന്നത്.
ഈ BOC നമ്മൾക്ക് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും നമ്മൾക്ക് ഇവിടെ ഓൺ ദി സർക്കിളിൽ ആംഗിൾ കിട്ടുന്നത്. സെൻട്രൽ ആംഗിൾ ഇപ്പോൾ നമ്മൾ എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഇവിടെ ആ പോയിൻറ്റ്സ് സർക്കിളിലായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ എന്തായിരിക്കും? x/2 ആയിരിക്കും. സോ റിലേഷൻ നമ്മൾക്ക് എങ്ങനെ എഴുതാം? റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ BOC ആൻഡ് BAC. That is angle BAC is 1/2 times of angle BOC. Clear ആണോ? ആംഗിൾ BAC ഈസ് 1/2 ടൈംസ് ഓഫ് ആംഗിൾ BOC. ഇതിനെ നമുക്ക് വേറെ രീതിയിലും എഴുതാം. ആംഗിൾ BOC ഈസ് 2 ടൈംസ് ദാറ്റ് ഓഫ് BAC എന്ന് എഴുതാം. ഇൻ കോമൺ സെൻട്രൽ ആംഗിൾ നമ്മൾ എക്സ് എടുത്താൽ നമുക്ക് x/2 കിട്ടും. ഇവിടെ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾക്ക് എന്ത് കിടക്കുന്നോ അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, താഴെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. യൂസ് ഇൻ ദിസ് ഫാക്ട് ഡ്രോ ആൻ ആംഗിൾ ഓഫ് മെഷർ 37 1/2 ഡിഗ്രി ഇൻ ഡിഫറെൻറ്റ് വേസ് ഓൺ എ പേപ്പർ ആൻഡ് അറ്റാച്ച് വിത്ത് ദിസ് വർക്ക്ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫാക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എത്ര ഡിഗ്രി ഒരു ആംഗിൾ വരയ്ക്കണം? 37.5 ഡിഗ്രി ആംഗിൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ആ മെത്തേഡ് ഞാൻ പറയാം. ആദ്യം നമ്മളൊരു സർക്കിൾ വരയ്ക്കാം. സർക്കിളിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും എടുക്കണ്ട. ചെറിയൊരു സർക്കിൾ വരയ്ക്കാം. സർക്കിളിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ സെൻറ്ററിന് സർക്കിളിലേക്ക് ടച്ച് ചെയ്യുന്ന പോലെ ഒരു ലൈൻ വരയ്ക്കാം. ലൈൻ വരച്ചിട്ട് ഇവിടുന്ന് 75 ഡിഗ്രി മാർക്ക് ചെയ്ത് വയ്ക്കാം. ആ 2 പോയിൻറ്റ്സും കിട്ടും. അതിന്ന് നമ്മൾ ഈ ഡയമീറ്ററിൻ്റെ ഈ അറ്റത്ത് കണക്ട് ചെയ്യുന്ന പോലെ ലൈൻ ജോയിൻ ചെയ്യാം. സോ നമ്മൾക്ക് ഇവിടെ നമ്മൾ 75 ഡിഗ്രി എടുത്താൽ കിട്ടുന്നത് ഇവിടെ കറക്റ്റ് 37.5 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. സോ ഈ സർക്കിളിൻ്റെ നിങ്ങൾക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ 37.5 ഡിഗ്രി വരയ്ക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.